ദുരിതം വൃക്കരോഗത്തിന്റെ രൂപത്തിൽ ചികിത്സയ്ക്ക് വഴിയില്ലാതെ യുവതി കണ്ണീർ വാർക്കുന്നു. പെരുമ്പളക്കടവിലെ നഫീസയാണ് സങ്കടക്കാഴ്ചയാകുന്നത്. ചിലർക്ക് മുന്നിൽ ജീവിതം വല്ലാത്ത ദുരിതമായി പെയ്തിറങ്ങും. ആശ്വസിപ്പിക്കാൻ ആരുമില്ലാതിരിക്കുമ്പോൾ വന്നു ചേരുന്ന ദുരിതങ്ങൾക്ക് പറഞ്ഞറിയിക്കാനാവാത്ത കാഠിന്യമുണ്ട്. ഇത് നഫീസ. നായന്മാർമൂല പെരുമ്പളക്കടവിൽ വാടക ക്വാർട്ടേഴ്സിൽ താമസിക്കുന്ന 36-കാരിയായ വീട്ടമ്മ. അസൗകര്യങ്ങൾ നിറഞ്ഞ ഇടുങ്ങിയ വാടകമുറിയിൽ ആരോടും പരിഭവവും പരാതിയും പറയാതെ തുണിക്കടയിൽ സെയിൽസ് ഗേളായി ജീവിതം നയിച്ച നഫീസയെ 2 മാസം മുമ്പാണ് അസുഖം പിടികൂടിയത്. കടം വാങ്ങിയും കനിവ് തേടിയും കണ്ടെത്തിയ പൈസ കൊണ്ട് വിവിധ ദിക്കുകളിൽ ചികിത്സ നടത്തി. ഒടുവിലാണ് വൃക്കരോഗമാണെന്ന് തിരിച്ചറിഞ്ഞത്. 2 വൃക്കകളിലും വെള്ളം നിറഞ്ഞിരിക്കുന്നുവെന്നും നല്ല ചികിത്സ തേടിയെങ്കിൽ മാത്രമേ രോഗം ഭേദമാവുകയുള്ളൂവെന്നും ഡോക്ടർമാർ അറിയിച്ചതോടെ നഫീസ തകർന്നു. പണിക്ക് പോലും പോവാൻ പറ്റാത്ത വിധം കാലുകളിലും ശരീരത്തിലും നീറുകൾ വന്നതോടെ വാടകമുറിക്കുള്ളിലിരുന്ന് നഫീസ കരയുകയാണ്. എങ്ങനെ ചികിത്സ തേടുമെന്നത് അവർക്ക് മുന്നിലെ വലിയ ചോദ്യമാണ്. 2 ആഴ്ചയിലൊരിക്കൽ ആശുപത്രിയിലേക്ക് പോകണമെങ്കിൽ 2000 രൂപ വേണമത്രേ. ഇപ്പോൾ തന്നെ ചികിത്സ നടത്തി നല്ലൊരു തുക ചെലവായ നഫീസയുടെ കയ്യിൽ ഇനി ഒരു ചികിത്സക്കുള്ള പണമോ വഴിയോ ഇല്ല. തണുപ്പ് നിറയുന്ന തറയിൽ കിടന്നുറങ്ങുന്നത് ശരീരത്തിന് ദോഷമാണെന്ന് ഡോക്ടർമാർ അറിയിച്ചിരുന്നു. എന്നാൽ ഒരു കട്ടിൽ പോലും സ്വന്തമായില്ലാത്ത നഫീസയ്ക്കും 7 വയസ്സുള്ള ഏകമകൾക്കും പുൽപ്പായി വിരിച്ച് തിണ്ണയിൽ കിടന്നുറങ്ങുക എന്നതല്ലാതെ മറ്റൊരു വഴിയുമില്ല. ഇത് വൃക്കരോഗത്തിൻ്റെ തുടക്കമാണ്. നല്ല ചികിത്സ കിട്ടിയാൽ രോഗം പൂർണ്ണമായും ഭേദമാകും. എന്നാൽ കയ്യിൽ 5 പൈസ പോലുമില്ലാത്ത ഞാൻ എവിടെയാണ് ചികിത്സ തേടേണ്ടതെന്ന് ചോദിച്ച് നഫീസ കരയുന്നു. ഇപ്പം പണിയെടുക്കാൻ കഴിയുന്നില്ല. എന്തോ സുക്കട് പെട്ടെന്ന് വന്ന് എന്തെന്നറിയില്ല. മൂത്രത്തിൻ്റെ സുക്കട് വന്ന ഫസ്റ്റ് കിഡ്നിക്കായെന്ന് പറഞ്ഞിട്ട് ഡോക്ടർമാരെല്ലാം കുറേ എന്നെ പഠിപ്പിച്ചിന്. ഇപ്പോൾ കുറയുമെന്ന് പറഞ്ഞു. എന്ത് ചികിത്സ എന്ന് പറഞ്ഞിട്ടാ ക്രമേണ കുറയും. 1 മാസം 2 മാസം എടുക്കണ്ടേ, റെസ്റ്റ് നിൽക്കണം പറഞ്ഞ്. പീടിയൊക്കെ പോകണ്ട, പണിക്കൊന്നും പോകണ്ട പറഞ്ഞ്. ഇപ്പം പിന്നെ അങ്ങ് വാടക റൂമിൽ ഇങ്ങനെ കഴിയുന്നുണ്ട് മരുന്നെടുക്കാൻ. എൻ്റെ കയ്യിൽ ഇനി ഉറുപ്പില്ല. ഇന്ന് പോകാൻ പറഞ്ഞിട്ടുണ്ടായത്, ഇന്ന് പൈസ ഇല്ലായിട്ട് പോവാത്ത. സന്തോഷ് നഗർ സ്വദേശിനിയായ നഫീസ കുടുംബ വീട്ടിൽ നിന്ന് ഈ അടുത്ത കാലത്താണ് പെരുമ്പളക്കടവിലെ വാടകമുറിയിലേക്ക് താമസം മാറിയത്. ക്വാർട്ടേഴ്സ് വാടക മാത്രമല്ല, ഭക്ഷണം പോലും വാങ്ങാൻ ഗതിയില്ലാതെ പകച്ചു നിൽക്കുന്ന സാഹചര്യത്തിലേക്കാണ് രോഗം കൂടി പടികടന്നെത്തിയത്. അതോടെ നഫീസ തീർത്തും തളർന്നുപോയി. നന്മ പറ്റാത്ത ആരെങ്കിലും സഹായിക്കാൻ എത്തുമെന്ന പ്രതീക്ഷ മാത്രമാണ് ഇപ്പോൾ അവരുടെ ജീവിതത്തിന് അല്പമെങ്കിലും നിറം പകരുന്നത്. ക്യാമറമാൻ ഗണേഷ് പൈക്കിയോടൊപ്പം എബി കുട്ടിയാനം, ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.